From Kerala in Wayanad, the situation is not looking good. After a consistent downpour, there have been repeated landslides back to back, and it has led to deaths. 8 people confirmed dead, and it's very disturbing as I confirm that among these 8 dead are 3 little children. Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. I'm sure that this video will help you to learn English. വയനാട് ലാൻഡ്സ്ലൈഡ് എന്നാൽ ഉരുൾപൊട്ടൽ. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. സർവൈവർ എന്നാൽ ദുരന്തത്തെ അതിജീവിച്ചയാൾ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാൾ, ഇതൊക്കെയാണ് അർത്ഥം. സർവൈവേഴ്സ്, അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ. റിക്കൗണ്ട് എന്നാൽ അർത്ഥം എടുത്തു പറയുക, സംഭവങ്ങൾ വിവരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ എടുത്തു പറയുന്നു, സംഭവങ്ങൾ വിവരിക്കുന്നു. എന്ത് സംഭവങ്ങൾ? ഹാരോവിങ് എക്സ്പീരിയൻസസ്. ഹാരോവിങ് എന്നാൽ അതിയായി മനോവേദന ഉണ്ടാക്കുന്ന, പീഡിതമായിട്ടുള്ള. എക്സ്പീരിയൻസസ് എന്നാൽ അനുഭവങ്ങൾ. എക്സ്പീരിയൻസസ് ഓഫ് ദെയർ നാരോ എസ്കേപ്പ് എന്നാൽ കഷ്ടിച്ച് രക്ഷപ്പെടുക, അതാണ് അർത്ഥം. ആ ദുരന്തത്തിൽ നിന്നും അതിജീവിച്ചവർ, അതിൽ നിന്നും രക്ഷപ്പെട്ടവർ, കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ അവരുടെ അനുഭവങ്ങൾ, ഭയപ്പെടുത്തുന്ന അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അതിനെപ്പറ്റി പറഞ്ഞു. അതാണ് തലക്കെട്ട്. ആൻ ഇൻറ്റൻസ് റെസ്ക്യൂ എഫേർട്സ്. ഇൻറ്റൻസ് എന്നാൽ കടുത്ത, തീവ്രമായ. എഫേർട്സ് ടു കണ്ടിന്യൂ സേവ് ദോസ് ട്രാപ്ഡ്, അതായത് രക്ഷപ്പെടുത്താൻ. ദോസ് ട്രാപ്പ് എന്നാൽ അകപ്പെടുക, അകപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടർച്ചയായിട്ടുള്ള കടുത്ത പരിശ്രമങ്ങൾ. കണ്ടിന്യൂ, തുടർന്നുകൊണ്ടിരിക്കുന്നു. ബൈ ദ ഡെവസ്റ്റേറ്റിംഗ് എന്നാൽ നാശകാരിയായിട്ടുള്ള ലാൻഡ്സ്ലൈഡ്, ഉരുൾപൊട്ടൽ. അതിൽ അകപ്പെട്ടിട്ടുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് എന്നാൽ ലാൻഡ്സ്ലൈഡ്, ഉരുൾപൊട്ടൽ. ഹിറ്റ്, പ്രഹരിച്ചു, അല്ലെങ്കിൽ അത് രൂപപ്പെട്ടു. ദ ഹിലി വയനാട് ഡിസ്ട്രിക്ട് ഇൻ കേരള. ഹില്ലി എന്നാൽ ഉയരമുള്ള, കുന്നുമേടായ, കുന്നിൻ പ്രകൃതമായിട്ടുള്ള വയനാട് ജില്ലയിൽ ഈ സ്ഥലത്ത് ഉണ്ടായി. അതിൽ അകപ്പെട്ടിട്ടുള്ളവരെ കഠിനമായിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. സർവൈവേഴ്സ്, അതിജീവിച്ചവർ, രക്ഷപ്പെട്ടവർ. റിക്കൗണ്ട്, എടുത്തു പറയുന്നു, സംഭവങ്ങൾ വിവരിക്കുന്നു. ദ ഹാരോവിങ് എക്സ്പീരിയൻസ് അവരുടെ കഷ്ടിച്ച്, അവരുടെ പീഡിതമായിട്ടുള്ള, ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങൾ. ഓഫ് ദെയർ നാരോ എസ്കേപ്പ്, അവരുടെ കഷ്ടിച്ച് രക്ഷപ്പെടലിൻ്റെ കാര്യങ്ങൾ വിവരിക്കുന്നു. ജസ്റ്റ് മൊമെൻറ്റ്സ് ബിഫോർ ദ ട്രാജഡി എന്നാൽ ദുരന്തം. ഈ ദുരന്തം ഉണ്ടാകുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ. ആ രക്ഷപ്പെടൽ, ആ സംഭവത്തിൻ്റെ, ഈ അപകടത്തിൻ്റെ തൊട്ടു മുമ്പുള്ള രക്ഷപ്പെടലുകൾ, അവരുടെ കഷ്ടിച്ച് രക്ഷപ്പെടലിൻ്റെ കഥകൾ അവർ വിവരിക്കുന്നു. എൻ എൽഡേർലി കപ്പിൾ. എൽഡേർലി എന്നാൽ വയസ്സു ചെന്ന, പ്രായം ചെന്ന. കപ്പിൾ എന്നാൽ ദമ്പതികൾ, പ്രായം ചെന്ന ദമ്പതികൾ. ഇൻ വയനാട്സ് ലാൻഡ്സ്ലൈഡ് ഹിറ്റ് ഏരിയ. വയനാടിലെ ഈ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള ആ പ്രദേശത്തുള്ള ഒരു ദമ്പതികൾ. റിക്കൗണ്ടഡ്, എടുത്തു പറഞ്ഞു, സംഭവങ്ങൾ വിവരിച്ചു. ദർ ഡെസ്പറേറ്റ് എന്നാൽ ഗതികെട്ട, നിരാശ കൊണ്ടു സാഹചികമായ, നിരാശാജനകമായ. ബിഡ് എന്നാൽ ശ്രമം. ഫോർ സേഫ്റ്റി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള നിരാശാജനകമായിട്ടുള്ള സംഭവം. ആസ് ദ ഡിസാസ്റ്റർ സ്ട്രക്ക് ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റ്. ആസ് എന്നാൽ ആ സമയത്തുള്ള, ഡിസാസ്റ്റർ എന്നാൽ തകർച്ച, നാശം. സ്ട്രക്ക് ഇൻ ദ ഡെഡ് ഓഫ് നൈറ്റ് എന്നാൽ മരണത്തിൻ്റെ രാത്രി. ആ ദിവസം സംഭവിച്ച ദുരന്തം, ആ സമയത്ത് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവരുടെ നിരാശാജനകമായിട്ടുള്ള രക്ഷപ്പെടൽ, ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അവരുടെ, ഈ ദമ്പതികളുടെ ആ കഥകൾ, ആ സംഭവങ്ങൾ അവർ വിവരിച്ചു. ഹിറ്റ് ഏരിയ എന്നാൽ, ലാൻഡ്സ്ലൈഡ് ഹിറ്റ് ഏരിയ എന്നാൽ ആ ഉരുൾപൊട്ടലിന് വിധേയമായിട്ടുള്ള പ്രദേശം. ആ സ്ഥലത്തുള്ള ദമ്പതികളാണ് ഈ പ്രായമായിട്ടുള്ള ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഇവരെ നിരാശാജനകമായിട്ടുള്ള ആ പ്രവൃത്തിയെ പറ്റിയിട്ട് ഇവർ പറഞ്ഞു. ഡെഡ് ഓഫ് നൈറ്റ് എന്നതിൻ്റെ മറ്റൊരർത്ഥം മിഡിൽ ഓഫ് ദ നൈറ്റ് എന്നാണ് അർത്ഥം. അർദ്ധരാത്രി, രാത്രിയുടെ മധ്യത്തിൽ.
ദ കപ്പിൾ ദമ്പതികൾ ഹൂസ് ഹൗസ്, ഹൂസ് എന്നാൽ അവരുടെ എന്നാണ് അർത്ഥം. ഈ ദമ്പതികളുടെ ഹൗസ് വീട് വാസ് ഡിസ്ട്രോയിഡ്, ഡിസ്ട്രോയ് എന്നാൽ നശിക്കുക എന്നാണ് അർത്ഥം. വാസ് ഡിസ്ട്രോയിഡ്, ഹൗസ് വാസ് ഡിസ്ട്രോയിഡ്, വീട് നശിച്ചു ഇൻ ദ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലിൽ. ഫ്ലഡ് ദയർ ഹോം, ഫ്ലീ എന്നാൽ രക്ഷപ്പെടുക, അതിൻ്റെ പാസ്റ്റാണ് ഫ്ലഡ്. ഫ്ലഡ് ദയർ ഹോം, അവരുടെ വീടിൽ നിന്നും രക്ഷപ്പെട്ടു അറ്റ് 11 PM, രാത്രി 11 മണിക്ക്. ആഫ്റ്റർ നോട്ടീസിങ്, ശ്രദ്ധിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിനെ തുടർന്ന്. മഡി വാട്ടർ, മടി എന്നാൽ ചെളിയുള്ള, വാട്ടർ എന്നാൽ വെള്ളം, ചെളിയുള്ള വെള്ളം. ഫ്ലോയിങ്, ഒഴുകുന്നു, പ്രവഹിക്കുന്നു. ത്രൂ ദയർ ഏരിയ, അവരുടെ പ്രദേശത്തിലൂടെ. രാത്രി 11 മണിക്ക് അവരുടെ പ്രദേശത്തിലൂടെ ചെളിയുള്ള, മഡി വാട്ടർ, ചെളിയുള്ള വെള്ളം ഒഴുകുന്നു. അത് ശ്രദ്ധിച്ചതിനെ തുടർന്ന്, അത് ശ്രദ്ധിച്ചതിന് ശേഷം അവർ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. ദേ സോട്ട്, അവർ തേടി. സീക്ക് എന്നാൽ തേടുക, അതിൻ്റെ പാസ്റ്റാണ് സോട്ട്. ദേ സോട്ട്, അവർ തേടി. റെഫ്യൂജ് ഓൺ എ നിയർ ബൈ ഹിൽ, റെഫ്യൂജ് എന്നാൽ അഭയം തേടുക എന്നാണ് അർത്ഥം. സോട്ട് റെഫ്യൂജ്, അഭയം തേടി. ഓൺ എ നിയർ ബൈ ഹിൽ, നിയർ ബൈ എന്നാൽ അടുത്തുള്ള, ഹിൽ എന്നാൽ കുന്ന്, ഒരു അടുത്തുള്ള ഒരു കുന്നിൻ പ്രദേശത്ത് അവർ അഭയം തേടി. ബട്ട് പക്ഷേ, ബിഫോർ ട്രൈങ് ടു സേവ് ദെയർ നൈബർ, അവരുടെ അയൽവാസിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ്. ഹു, അവർ, ആ അയൽവാസികൾ. അക്കോർഡിംഗ് ടു ദം, അവർ പറയുന്നത് പ്രകാരം. ട്രാജിക്കലി റിഫ്യൂസ്ഡ് ടു ജോയിൻ ദം, ട്രാജിക്കലി എന്നാൽ ദാരുണമായി. റിഫ്യൂസ്ഡ് നിരസിച്ചു. ടു ജോയിൻ ദം, അവരുടെ കൂടെ ചേരുക, അവരുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് ചേരാൻ പറഞ്ഞപ്പോൾ അവർ നിരസിച്ചു. അങ്ങനെ അവരുടെ അയൽവാസികളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഇത് ഈ ദമ്പതികൾ പറയുന്ന കാര്യമാണ്. അക്കോർഡിംഗ് ടു ദം, അവർ പറയുന്നത് പ്രകാരം. വി ബേഗ്ഡ്, ഞങ്ങൾ അഭ്യർത്ഥിച്ചു. ഹിം, ഞങ്ങൾ അവനോട് അഭ്യർത്ഥിച്ചു. ടു കം വിത്ത് us, ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. ബട്ട് പക്ഷേ, ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ആ അയൽവാസി. ഹി വുഡ് ജോയിൻ us by 1 AM, അദ്ദേഹം രാത്രി 1 മണിക്ക് ഞങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. ഹി നെവർ കെയിം, അദ്ദേഹം ഒരിക്കലും വന്നില്ല. നെവർ എന്നാൽ ഒരിക്കലുമില്ല എന്നാണ് അർത്ഥം. ദ എൽഡർലി മാൻ സെഡ്, പ്രായമായിട്ടുള്ള ആ പുരുഷൻ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഒരിക്കലും വന്നില്ല, ഞങ്ങൾ അദ്ദേഹത്തോട് യാചിച്ചു. ഇതൊക്കെ ഈ പ്രായമായിട്ടുള്ള ദമ്പതികളിലെ പുരുഷൻ പറഞ്ഞ കാര്യമാണ്. ഹിസ് വോയിസ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം. ക്രാക്ക് എന്നാൽ ഇവിടെ അർത്ഥം ശബ്ദമിടറുക എന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറി വിത്ത് ഇമോഷൻ എന്നാൽ മനോവികാരം, മാനസിക വിക്ഷോഭം. അദ്ദേഹത്തിൻ്റെ ദുഃഖം കാരണം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടറി. ഹി ആഡഡ്, അദ്ദേഹം ചേർത്തു പറഞ്ഞു. ദാറ്റ് ദേ വേർ വെയിറ്റിംഗ്, അവർ കാത്തിരിക്കുകയായിരുന്നു. അറ്റ് ദ ഹിൽ ടോപ്പ് എന്നാൽ കുന്നിൻ മുകൾ എന്നാണ് അർത്ഥം. അവർ കാത്തിരിക്കുകയായിരുന്നു. ദേ വേർ വെയിറ്റിംഗ്, അവർ കാത്തിരിക്കുകയായിരുന്നു. അറ്റ് ദ ഹിൽ ടോപ്പ്, കുന്നിൻ മുകളിൽ. അൻറ്റിൽ എന്നാൽ അതുവരെ എന്നുള്ള അർത്ഥമാണ്. അൻറ്റിൽ മോർണിംഗ്, രാവിലെ വരെ അവർ കാത്തിരിക്കുകയായിരുന്നു കുന്നിൻ മുകളിൽ. ആൻഡ് വെൻ ദേ കെയിം ബാക്ക്, അവർ തിരിച്ചു വന്നപ്പോൾ. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദേ കെയിം ബാക്ക്, അവർ തിരിച്ചു വന്ന ആ സമയത്ത്. ദ ഹോൾ ഏരിയ, ആ പ്രദേശം മുഴുവൻ. വാഷ്ഡ് അവേ, വാഷവേ എന്നാൽ ഒഴുകിപ്പോകുക എന്നാണ് അർത്ഥം. ദ ഹോൾ ഏരിയ വാഷ്ഡ് അവേ, ആ പ്രദേശം മുഴുവൻ ഒഴുകിപ്പോയിരുന്നു. രാവിലെ വരെ അവർ ആ കുന്നിൻ മുകളിൽ കാത്തിരുന്നു. അവർ തിരിച്ചു വന്ന സമയത്ത് ആ പ്രദേശം മുഴുവൻ ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നു. അനദർ വുമൺ വാസ് സീൻ, മറ്റൊരു സ്ത്രീയെ കാണാൻ സാധിക്കുന്നു. അനദർ എന്നാൽ മറ്റൊരു. അനദർ വുമൺ വാസ് സീൻ, മറ്റൊരു സ്ത്രീയെ കാണാൻ സാധിക്കുന്നു. എങ്ങനെയാണ് കാണുന്നത്? സോബിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മീഡിയ. സോബിങ് എന്നാൽ അർത്ഥം ഏങ്ങലടിച്ചു കരയുന്നതായ എന്നുള്ള അർത്ഥമാണ്. മീഡിയക്ക് മുമ്പിൽ ഏങ്ങലടിച്ച് കരയുന്നതായിട്ട് മറ്റൊരു സ്ത്രീയെ കാണാൻ സാധിക്കുന്നു, കാണുന്നു. സേയിങ് പറയുന്നു. ഹെ റിലേറ്റീവ്, അവളുടെ റിലേറ്റീവ് എന്നാൽ ബന്ധു, അവളുടെ ബന്ധു. കോൾഡ് ഹെ, അവളെ വിളിച്ചു. ആൻസർ, വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ മീഡിയക്ക് മുമ്പിൽ കരയുന്നത്.
അവളുടെ ബന്ധു അവളെ വിളിച്ചു, ആൻസർഡ് വിളിച്ചുകൊണ്ട് പറഞ്ഞു. ദേ വർ റണ്ണിങ് ഫ്രം ദെയർ ഹോം. അവരുടെ വീട് വിട്ട് അവർ ഓടിപ്പോകുകയാണ്. ക്യാരിയിങ് ദെയർ ടോഡ്ലർ. ടോഡ്ലർ എന്നാൽ കുട്ടി, പിച്ച വച്ച് നടക്കുന്നവൻ. ആ പിച്ച വച്ച് നടക്കുന്ന കുട്ടിയേയുമായിട്ട് അവർ വീട്ടിൽ നിന്നും പോകുകയാണ്, ഓടിപ്പോകുകയാണ് എന്ന് വിളിച്ചുകൊണ്ട് ബന്ധു പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ മീഡിയക്ക് മുമ്പിൽ ഏങ്ങലടിച്ച് കരയുന്നത്. അത്തരത്തിൽ ആ സ്ത്രീയെ കാണുന്നു. ഷീ കോൾഡ് മീ. അവൾ എന്നെ വിളിച്ചു. ഇൻ ദ നൈറ്റ്. രാത്രിയിൽ അവൾ എന്നെ വിളിച്ചു. ആൻസർഡ് വിളിച്ചിട്ട് പറഞ്ഞു. ദേ വേർ ട്രൈങ് ടു എസ്കേപ്പ് ഫ്രം ദ റീജിയൻ. അവർ ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുകയാണ് എന്ന് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ എന്നെ വിളിച്ച് രാത്രി പറഞ്ഞു എന്നാണ് പറയുന്നത്. റീജിയൻ എന്നാൽ പ്രദേശം. ഫ്രം ദ റീജിയൻ, ആ പ്രദേശത്ത് നിന്നും, ആ ഉരുൾപൊട്ടലിൽ ഉള്ള സ്ഥലത്ത് നിന്നും. ദേ ഹാഡ് എ ടോഡ്ലർ. അവരുടെ പക്കൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. വിദ്ധം അവരുടെ കൂടെ ഒരു പിച്ച വെച്ച് നടക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം, ഈ പറഞ്ഞതിന് ശേഷം, ദേ വേർ അൺറീച്ചബിൾ. അവരെ ലഭ്യമായിരുന്നില്ല. ഓൺ ദ ഫോൺ, അവരുടെ ഫോണിൽ വിളിച്ചിട്ട് അവരെ ലഭ്യമായില്ല. ഷീ സെഡ്, അവൾ പറഞ്ഞു, ഈ സ്ത്രീ പറഞ്ഞു. That family is yet to be traced. ട്രേസ് എന്നാൽ അർത്ഥം കണ്ടെത്തുക എന്നുള്ള അർത്ഥമാണ്. ചുവട് പിടിച്ചു പോകുക, പിന്തുടരുക. ഇവിടെ കണ്ടെത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. യെറ്റ് എന്നുള്ളത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാൻ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല. യെറ്റ് ടു ബി ട്രേസ്ഡ്, ഇതുവരെ ആ കുടുംബത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ദ ഫാമിലി ഈസ് യെറ്റ് ടു ബി ട്രേസ്ഡ്, ഇതുവരെ ആ കുടുംബത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ദ ടോൾ ഇൻ ദ ലാൻഡ് സ്ലൈഡ്സ്. ടോൾ എന്നാൽ ഇവിടെ അർത്ഥം മരണസംഖ്യ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ടോൾ ഇൻ ദ ലാൻഡ് സ്ലൈഡ്സ്, ഈ ഉരുൾപൊട്ടലിൽ ഉണ്ടായിട്ടുള്ള മരണം. ദാറ്റ് സ്ട്രക്ക് ഓൺ ട്യൂസ്ഡേ, ചൊവ്വാഴ്ച, ഹാസ് റിസൺ ടു 57, 57 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ദ മേപ്പാടി ഹോസ്പിറ്റൽ നിയർ മുണ്ടക്കായ് സ്ഥലത്തുള്ള മേപ്പാടി ഹോസ്പിറ്റൽ. ഓവർവെൽം എന്നാൽ അർത്ഥം പൂർണ്ണമായി കീഴടക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ആ ഹോസ്പിറ്റൽ കീഴടക്കി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിത്ത് ദ ഇഞ്ചേർഡ് ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ, ഇഞ്ചേർഡ് എന്നാൽ പരിക്കേറ്റവർ. ഈ ഹോസ്പിറ്റൽ പരിക്കേറ്റവരെ കൊണ്ടും മരണപ്പെട്ടവരെ കൊണ്ടും നിറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ മരണപ്പെട്ടവരും പരിക്കേറ്റവരും ഒരുപാട് പേർ ഉണ്ട്, അതാണ് പറയുന്നത്. ആൻഡ് ദോസ് സെർച്ചിങ് ഫോർ മിസ്സിംഗ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രസൻറ്റഡ് എ ഹാർട്ട് ബ്രേക്കിംഗ് സീൻ. ആൻഡ് ദോസ് സെർച്ചിങ്, തിരയുന്നവർ, ഫോർ മിസ്സിംഗ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, നഷ്ടപ്പെട്ട കാണാതായിട്ടുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും തിരയുന്ന ആളുകൾ. പ്രസൻറ്റഡ് സന്നിഹിതമായി, ഹാജരായി, എ ഹാർട്ട് ബ്രേക്കിംഗ് സീൻ. ഹാർട്ട് ബ്രേക്കിംഗ് എന്നാൽ ഹൃദയഭേദകമായ രൂപത്തോടെ. അത്തരത്തിൽ അവിടെ ഈ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ടവരെയും അതുപോലെ നഷ്ടപ്പെട്ട കാണാതായിട്ടുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും തിരയുന്ന ആളുകൾ അവിടെ വളരെ ഹൃദയഭേദകമായ അവസ്ഥയിൽ സന്നിഹിതമായി ആ ഹോസ്പിറ്റലിൽ ഹാജരായി.